ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. കാരണം കുറേ ദിവസമായിട്ട് നമ്മൾ തടിപ്പണി പറഞ്ഞ് പോയിട്ട് ഇവിടെ പറമ്പൊക്കെ അങ്ങ് ശോകമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറമ്പൊന്ന് സെറ്റാക്കി എടുക്കണം. കവാത്തൊക്കെ എടുത്തിട്ട് കുറേ നാളായി. കാരണം ഇതിലുള്ളവർക്കൊക്കെ അറിയാം, സമ്മറൊക്കെ അല്ലായിരുന്നോ, ആ ടൈമിൽ നമുക്ക് കവാത്ത കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കവാത്തെടുക്കുകയാണ് ഗൈസ്. അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാട്ടോ. ഞാനും അമ്മയും 2 ചേച്ചിമാരും ഉണ്ട്. കാരണം ഞങ്ങൾ ചേച്ചിമാരെ വെക്കുന്നതല്ല, വിളിക്കുന്നതല്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ 1.5-2 വർഷം അടുത്തായതേ ഉള്ളൂ ഇത് ചെടി ഇട്ടിട്ട്. വലുതായിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ഇതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഞാനും അമ്മയും തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിലെ പണികൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനും അമ്മയാണ്. മരുന്നടിക്കാൻ ചേട്ടായി കൂടും, എന്നാലും ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. കാരണം ഈ ഒരു സ്റ്റേജിൽ ഇതിൽ വലിയ ആദായം കാണത്തില്ല. നമ്മൾ പുറം പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള എക്സ്പെൻസ് നമ്മൾ വെറുതെ വേസ്റ്റാണ്. ആ പൈസ വെറുതെ വേസ്റ്റാവും. എന്തെങ്കിലും കാര്യങ്ങൾ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ, ആദായം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ 2 പേരെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിപ്പം ഇപ്പോൾ 2 ദിവസം നല്ല മഴയല്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയല്ലായിരുന്നോ. ഇനിയിപ്പം മഴയുടെ കാര്യം പറയാൻ പറ്റില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തെളിവുണ്ട്. ആ ഒരു ടൈമിൽ ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി മഴയുടെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു മഴ പെയ്താൽ നമ്മുടെ പറമ്പിപ്പണി ഡിലേ ആവും. ഈ കവാത്തെടുത്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ അഴുകലെന്ന് പറയുന്ന സംഭവമുണ്ട്. അഴുകൽ തട്ടയൊക്കെ അഴുകി ഭയങ്കര ശോകമാകും. പിന്നെ ഉള്ളതെല്ലാം പോകും, ഉള്ളതും കൂടെ വേസ്റ്റായി പോകും, വെറുതെ ആയി പോകും. അതുകൊണ്ട് ഈ അഴുകലിനെ നമ്മൾ മാറ്റണമെങ്കിൽ ഈ തട്ടയൊക്കെ ക്ലീൻ ആക്കി തന്നെ നിർത്തണം. ഞാനുള്ള ഇപ്പം തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം മരുന്നടി 1 മാസത്തെ ഡിലേ ആയതുള്ളൂ. കഴിഞ്ഞ 1 മാസം അടിച്ചില്ല. അതിൻ്റെ ആയി കാണുന്നതുകൊണ്ടില്ലേ, ഇതാണ് ഇങ്ങോട്ട് സൂം ചെയ്ത്, ഇതാണ് തണ്ടുവരുപ്പം വന്നിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പുറമേ കാണുമ്പോൾ ഈ തട്ട ഓക്കെയാണ്, നൈസാണ്. പക്ഷേ ഈ തട്ടയുടെ അവസ്ഥ മേലോട്ട് നോക്കുമ്പോൾ ഇതാണ് പോയി, കംപ്ലീറ്റ് പോയി. ഇനി ഒന്നിനും കൊള്ളൂല. ഇതിൻ്റെ അറ്റം കണ്ടില്ലേ, അറ്റം ഇങ്ങനെ ഉണങ്ങി തുടങ്ങി, അത് പോയി. ഇതിന് പക്ഷെ നമുക്ക് ഇപ്പോൾ വെട്ടാൻ പറ്റില്ല. ഇത് ഇളം തട്ടയായതുകൊണ്ട് ഇതിപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ പുതിയതായിട്ട് ശരങ്ങളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അത് വെറുതെ പോകും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഈ ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ വെട്ടിക്കളഞ്ഞല്ലേ, ഈ ഒരു കണ്ടീഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് കച്ചി പോലെ ആവും. അപ്പം നമ്മളിത് വെട്ടും. അതുവരെ ഇതിങ്ങനെ വേസ്റ്റായിട്ട് നിൽക്കും, വെറുതെ നിൽക്കുന്ന, അതിന് ഒന്നിനും കൊള്ളൂല. അങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെ ചോട്ട് നല്ല എക്സസ് ആയിട്ട് ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ചപ്പ് കൂട്ടിയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ചോട്ടിലോട്ട്. കാരണം അതുപോലെ വെയിലായിരുന്നു. നമ്മൾ വേരൊക്കെ മൂടി നല്ല നീറ്റായിട്ട് ഇട്ടിരുന്നതാണ്. ഇപ്പം ആ ചപ്പൊക്കെ കമ്പോസ്റ്റ് ആയിട്ട് ഈ ഒരു കണ്ടീഷനിലെത്തി. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ചോട്ടിൽ എടുത്ത് മാറ്റി അത്ര സുന്ദരമാരാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ചോട്ടിലൊക്കെ വേരാണല്ലോ, ഇഷ്ടംപോലെ വേരുണ്ട്. ആ വേരൊക്കെ കവർ ചെയ്തിരുന്നില്ലെങ്കിൽ അത് ചെടിക്ക് കേടാണ്. ഇത് വെട്ടേണ്ടതാട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അറ്റം മൊത്തം ഒടിഞ്ഞു പോയി. തണ്ടുവരുപ്പം വന്നിട്ടായിരിക്കും ഇതിൻ്റെ അറ്റം മൊത്തം ഒടിഞ്ഞു. അതുകൊണ്ട് നമ്മളിതൊന്ന് വെട്ടിയേക്കാം. ഇതൊന്ന് കഴിഞ്ഞാൽ അടുത്ത പണി ഈ മാടാട്ടോ, തട്ടിച്ചട്ടി വെക്കും. എല്ലാവർക്കും കായെടുപ്പാണ് ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ ഈ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്നാന്ന് എനിക്കറിയത്തില്ല, എളുപ്പമാണോ, എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എല്ലാവരും വിചാരിക്കും കയ്യിൽ ഒച്ചയ്ക്ക് ഇഷ്ടംപോലെ ഇതിനകത്ത് ഒച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൈയിട്ട് ചെയ്യുവാന്ന്. പക്ഷേ എനിക്കിത് പണ്ട് തൊട്ടേ ശീലമായതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എനിക്കിങ്ങനെ അങ്ങ് ശീലമായിപ്പോയി, കൈ കൊണ്ടങ്ങ് എടുത്തരുത്. അമ്മയൊക്കെ തൊട്ട് താഴെ നിന്ന് പണി കേട്ടോ. 2 ചേച്ചിമാരും ഉണ്ട്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇപ്പം വെയിലൊക്കെ മാറി മഴ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ ഇലയെല്ലാം കിടന്ന് ഇനി അഴുകില്ലാത്ത. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം ഗൈസ്. എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെയെന്ന് ഓർക്കില്ല. എൻ്റെ ഒറിജിനൽ സൗണ്ട് ഇതല്ല, ഇതിൽ കലവില സൗണ്ടാണ്. പക്ഷേ 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു, മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം സൗണ്ടൊക്കെ ഒരു വകയായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. രണ്ടില്ല, ഇതിനകത്ത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം കച്ചി പോലത്തെ സാധനം വെട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ചെടി കാലിയായി. അപ്പറേ അവർ പണിതുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ വിളിക്കുന്നത്. ഇപ്പം കൊതുകാണ്. ഒരു തട്ട നമ്മൾ ഇന്നലെ ഗ്രീനെ കഴിച്ചതാണേ.
ഗ്രീൻ നെറ്റ് കഴിച്ചാൽ കേസ്. അപ്പോൾ ഇതൊരു 2 തട്ട ഈ ഒരു കണ്ടീഷനിലാണ്. ഇതിപ്പോൾ എന്നാ അമ്മ ഇതെന്നെ ചെയ്യണ്ടേ? ഈ 2 തട്ട ഒടിഞ്ഞു കിടക്കുന്ന തന്നെ ചെയ്യണ്ടേ? ഇതിനിപ്പോൾ ഒന്നും ചെയ്യണ്ട നമ്മൾ പറഞ്ഞത്. ഒടിഞ്ഞു കിടക്കും, വെറുതെ കിടക്കും. അത് വെട്ടിക്കഴിഞ്ഞാൽ അതിന് ചോട്ടി നല്ല ശരമുണ്ടേ, വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നല്ല തട്ടയാണ് കാര്യം. പക്ഷെ മണ്ട ഒടിഞ്ഞു ഗ്രീൻ നെറ്റ് കഴിച്ചതാണ്. കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നില്ല ചോട്ടിക്കുന്നത്, കുറച്ചൊക്കെ നിർത്തിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പുറം ഒരുപാട് പണി നടക്കും. ഇനിയിപ്പോൾ ഇതിന് മരുന്നടിക്കണം. പ്ലാസ്റ്റിക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ചാച്ചി ക്ലീനാക്കി പറമ്പിലൊരു പ്ലാസ്റ്റിക് കണ്ടെങ്കിലും കാണുന്നത്. ഏകദേശം ഇത് തീരാറായി. പക്ഷെ എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി തന്നെ മരുന്നടി കഴിച്ചു. കാരണം അത് പെട്ടെന്ന് തീരും. പക്ഷെ അതിൻ്റെ കുറേ ഓസൊക്കെ വലിച്ച് നടക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മരുന്നിൻ്റെ ആ മണമൊക്കെ നമ്മളങ്ങ് ഇൻഹേൽ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് രാത്രി തലവേദന കാര്യങ്ങളൊക്കെ. ഞാൻ മാസ്കൊക്കെ വെച്ച് ട്രൈ ചെയ്തു, എന്നാലും ഭയങ്കര പാടാണ്. ചേട്ടായിയൊന്നും ഇല്ലാത്ത ദിവസമായിരിക്കും. അവർക്ക് എപ്പോഴും ഓട്ടമാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇറങ്ങുന്നത്. ഞാൻ മാക്സിമം അമ്മേനെ അങ്ങനെ അത് ചെയ്യിക്കില്ല. കാരണം അമ്മയ്ക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാ കൂടുതലത് ചെയ്യുന്നത്. അമ്മ ഓസൊക്കെ വലിച്ചിടാൻ പോകുന്നു. ആദ്യമൊക്കെ അമ്മയായിരുന്നു, പിന്നെ ഞാനാട്ടോ. അവരെല്ലാം പണി കയറാനായി. ഇത്രയും മതിയായിരിക്കും. ഓക്കെ, ഒരു പ്ലാന്റ് കഴിഞ്ഞു. ഇത് ഏകദേശം തീർത്ത് വെച്ചേക്കുന്നതാണ്. ശരിക്കും പറയാം, തണ്ട് കറുപ്പെന്ന് സംഭവമില്ലേ, അത് നമ്മുടെ ഈ ശരത്തേലും കയറിപ്പിടിക്കും. കാരണം ശരത്തേലും കയറിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റം കണ്ടോ ശരം. ഇത് നല്ല നീളം വെക്കേണ്ട ശരമാണ്. നമ്മൾ മരുന്നടിക്കാതെ ആയിട്ട് ഈ തട്ട പോകുന്ന പോലെ തന്നെ ശരത്തിൻ്റെ അറ്റവും ഈ സംഭവം ഇത് തണ്ട് കറുപ്പം കടിച്ചിട്ട് തിന്നിട്ട് ഈ അവസ്ഥയാണ്. ഇതിനി കിളിക്കുമല്ലോ ഫ്രണ്ടിലോട്ട്. ഇത്രയേ ഉള്ളൂ കായയിൽ. ശരിക്കും പറയാം, മരുന്നടിച്ചില്ലെങ്കിൽ ഭയങ്കര ലോസാണ് കേട്ടോ. പറയില്ല, നേരത്തെയൊക്കെ അച്ചാച്ചിയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ചാച്ചിയൊക്കെയാണ് നേരത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ നോക്കും. അവർക്കിപ്പോൾ സമയമില്ല. ഞങ്ങളൊക്കെ എത്ര നോക്കിയാലും അതിനൊപ്പം എത്തത്തില്ല. അച്ഛനൊക്കെ ചെയ്യുന്നതിൻ്റെ അപ്പം എത്താൻ ബുദ്ധിമുട്ടാട്ടോ. ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു കേട്ടോ, തടിപ്പണി ചെയ്യുന്നതൊക്കെ വ്ളോഗായിട്ട് എടുക്കാവുന്ന. അടുത്ത ദിവസം ഞാൻ ഇട്ടേക്കാം കേട്ടോ. അവിടെ ചെന്ന് വ്ളോഗ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ ആയിട്ടില്ല ഗൈസ്. ഞാൻ ഇട്ടേക്കാം കേട്ടോ. അടുത്ത ദിവസം ഞാൻ ഉറപ്പായിട്ട് തടിപ്പണിയുടെ ഒക്കെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് തീർക്കണം, ഇതിലൂടെ സ്പീഡാവണം. ഇതൊന്നുമല്ല, ഇതൊക്കെ തീരേണ്ട സമയം കഴിഞ്ഞു. വ്ളോഗിൻ്റെ പുറകെ വന്ന് കേട്ടോ ചെയ്യാൻ പാടും. എല്ലാം കൂടെ സെറ്റാവണ്ടേ. ഇടയ്ക്ക് പിള്ളേർ 2 പ്രാവശ്യം വഴക്കുണ്ടാക്കി അവരോട് പോയി. അപ്പോൾ തീർത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ഞാൻ ഏറ്റുപോയി ഇവിടെ. നമ്മളാ കഴിഞ്ഞ പ്രാവശ്യം ആ സമ്മറിൽ ചപ്പില്ലായിരുന്നു, ചോട്ടി കൂട്ടിയിടാനിങ്ങനെ ചപ്പില്ലായിരുന്നു, വേര് മൂടിയിടാനായിട്ട്. അപ്പോൾ എന്ത് പാട് വെച്ച് സെറ്റാക്കി ചപ്പാന്നറിയതൊക്കെ. അത് നമ്മളിപ്പോൾ
സാരി കളയട്ടെ ഗതികളാ. ഇവിടെ നിൽക്കത്തില്ല ഗൈസ്, മൊത്തം ഉറുമ്പ. അപ്പോൾ വലിയൊരു മഴ വരുന്നുണ്ട്. ആ മഴയ്ക്കുള്ളിൽ എനിക്ക് അങ്ങേറ്റം വരെ തീർക്കണം. കമോൺ. രണ്ടുപേരപ്പം ഈ അവസ്ഥയാണ്. പറഞ്ഞിട്ട് എൻ്റെ കാര്യം ഇതല്ലേ, ഇതിൻ്റെ ആകും കണ്ടോ. രണ്ടുപേരപ്പം കടിച്ച് കാണാവോ 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 രണ്ടുപേരപ്പം കടിച്ച് തീർന്നു. ഈ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. തീർത്താൽ ഇന്നത്തെ ടാർഗറ്റ് തീർന്നു. ഇനി നാളെ കഴിച്ചു. ദൈവം നാളെയൊക്കെ മഴ പെയ്താൽ ഞങ്ങളുടെ ഒരു പരിപാടി നടക്കില്ല. നല്ല ചൂട് കാപ്പി നിങ്ങൾ കുടിച്ചോ? അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ പണിയൊക്കെ പുറകെ ചെയ്ത് വരുന്നവർക്ക് ഭയങ്കര പാടാണ്. നടക്കാനൊക്കെ പാടാവുന്നത്. നമ്മളത് നീറ്റാക്കി വിട്ടേക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലാട്ടോ ഇത് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വീട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോലെ. ചാച്ചിയൊക്കെ പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, അവരിറങ്ങിക്കഴിഞ്ഞാൽ ആദായം നല്ലപോലെ കിട്ടും. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ എന്താണെന്ന് അറിയത്തില്ല, ഒന്നും സെറ്റായില്ല, കണ്ടൻറ്റൊന്നും ആയിട്ടില്ല. അതൊന്നേ തടിപ്പണിയായിരിക്കും, ഇല്ലേ പറമ്പണിയായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഉടനെ കാണും. അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല്. ഓക്കെ ഗൈസ്.